ആകാശവാണി വാർത്താവീക്ഷണം. സമ്മർദ്ദമില്ലാതെ പരീക്ഷ. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകരാൻ പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ച. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം സുവർണ. വീണ്ടും ഒരു പരീക്ഷാക്കാലം വരവായി. ജീവിത വഴിയിൽ നേരിടേണ്ട വെല്ലുവിളികളെ ധൈര്യത്തോടെ കൈകാര്യം ചെയ്യാനുള്ള പരിശീലനം കൂടിയാണ് പരീക്ഷകൾ. പരീക്ഷ ഒരു ആഘോഷം എന്നതാണ് സമകാലിക വിദ്യാർത്ഥി സമൂഹം ഏറ്റെടുക്കേണ്ട ആശയം. അതിനെ അറിവിന്റെ ഉത്സവമായും പഠനയാത്രയിലെ ഒരു നാഴികക്കല്ലായും സമ്മർദ്ദം കുറച്ച് ആത്മവിശ്വാസം നേടാനുള്ള അവസരമായും പ്രയോജനപ്പെടുത്തണം. അമിത സമ്മർദ്ദം ഒഴിവാക്കി പഠനത്തെ ജീവിതത്തിന്റെ ഭാഗമായി കണ്ട് മുന്നോട്ടു പോകാനുള്ള പ്രചോദനം. വിദ്യാർത്ഥികളെ ഈ ദിശയിലേക്ക് നയിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാർഷിക ദൗത്യമാണ് വിദ്യാർത്ഥികളുമായുള്ള പരീക്ഷാ പേ ചർച്ച. കുട്ടികളെ കേൾക്കുക, അവരുടെ പരാതികൾക്കും സംശയങ്ങൾക്കും ആകുലതകൾക്കും ചെവി കൊടുക്കുക എന്ന ആശയമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. പരീക്ഷയെ ഒരു അറിവിന്റെ പരിശോധന മാത്രമായി കണക്കാക്കാനും അതിനെ വിജയത്തിന്റെ മാനദണ്ഡമായി കണക്കാക്കാതിരിക്കാനുമുള്ള വിവേകവും ചങ്കൂറ്റവുമാണ് പ്രധാനമന്ത്രിയുമായുള്ള സമ്പർക്ക പരിപാടിയിലൂടെ കുട്ടികൾ ആർജിക്കുന്നത്. പരീക്ഷാ സമ്മർദ്ദത്തെക്കുറിച്ചും പരീക്ഷകളെ ഒരു ആഘോഷമായും ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായും എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഇന്ത്യയിലും വിദേശത്തുമുള്ള 6 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർ പ്രധാനമന്ത്രിയോടൊപ്പം ചേരും. MyGov പോർട്ടലിലെ പ്രശ്നോത്തരി മത്സരത്തിൽ വിജയിക്കുന്നവർക്കാണ് ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കാൻ അവസരം. എക്കാലത്തെയും പ്രചോദനാത്മകമായ ഒരു പ്രധാനമന്ത്രിയുമായി ഇടപഴകാനും അഭിപ്രായങ്ങൾ ചോദിക്കാനും ഉപദേശം തേടാനുമുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പരമാവധി 500 അക്ഷരങ്ങളിൽ അവരുടെ ചോദ്യം പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാം. ഈ തത്സമയ പരിപാടിയിൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പരീക്ഷാ സമ്മർദ്ദവും അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രതികരിക്കും. വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ വിശകലനവും സംവാദവും നടത്തുന്ന പ്രധാനമന്ത്രി കുട്ടികളുടെ പരീക്ഷാ തയ്യാറെടുപ്പ്, വ്യക്തിഗത വളർച്ച എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളും പങ്കുവയ്ക്കും. വിദ്യാഭ്യാസത്തിലെ സമ്മർദ്ദത്തിനെതിരായി നമുക്ക് ക്ഷമയെ ആഘോഷിക്കാമെന്നാണ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെടുന്നത്. മാർക്കുകൾക്കും മൂല്യനിർണ്ണയങ്ങൾക്കും അവയുടേതായ സ്ഥാനമുണ്ട്. എന്നാൽ അത് ലക്ഷ്യസ്ഥാനങ്ങളായല്ല, മറിച്ച് വഴികാട്ടികളായി മാത്രം പരിഗണിക്കണം. സഹപാഠികൾക്കും രക്ഷിതാക്കൾക്കുമിടയിൽ സന്തുലിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഒരു യോദ്ധാവാകുക, ആശങ്കാകുലനാകരുത് എന്നതാണ് സന്ദേശം. ഈ വർഷത്തെ പരീക്ഷാ പേ ചർച്ചയിലെ പങ്കാളിത്തത്തിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു. ഇതുവരെ 4.5 കോടിയിലധികം രജിസ്ട്രേഷനുകൾ ഉണ്ടായി. കഴിഞ്ഞ വർഷത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡായ 3.56 കോടിയെ മറികടന്നാണ് പങ്കാളിത്തത്തിൽ ഗണ്യമായ വർധന രേഖപ്പെടുത്തിയത്. വാർഷിക ആശയവിനിമയത്തിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് സമ്മർദ്ദരഹിതമായ പരീക്ഷാ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യവ്യാപക പ്രസ്ഥാനമായി ഈ വേദി വളർന്നുവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. 2025 ഡിസംബർ 1 MyGov പോർട്ടൽ വഴിയാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് വർഷം തോറും സംഘടിപ്പിക്കുന്ന ഈ സംരംഭം പ്രധാനമന്ത്രിയുമായി നേരിട്ട് ഇടപഴകുന്നതിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന, ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വേദിയായി മാറിയിരിക്കുന്നു. പരീക്ഷകളിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളോടും 2026 പരീക്ഷാ പേ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കാൻ മന്ത്രി ആഹ്വാനം ചെയ്തു. ഇപ്പോൾ ലഭിച്ച വൻ പ്രതികരണം ഈ പരിപാടിയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയെയും പരീക്ഷാ സംബന്ധമായ ആശങ്ക കുറയ്ക്കുന്നതിനും വിദ്യാഭ്യാസത്തോട് ശാന്തവും സമഗ്രവുമായ ഒരു സമീപനം വളർത്തുന്നതിനുമുള്ള അതിന്റെ പ്രാധാന്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു. പരീക്ഷയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ, മാനസികാരോഗ്യം, ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളുടെ തെരഞ്ഞെടുപ്പുകൾ, സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ പരിപാടിയിൽ നടക്കും. പരീക്ഷകളോടുള്ള ശരിയായ മനോഭാവം, ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം, ഓർമ്മശക്തി പരമാവധി പ്രയോജനപ്പെടുത്തുന്നതെങ്ങനെ, പരീക്ഷാ ഹാളിലും പുറത്തും പാലിക്കുന്ന ആത്മവിശ്വാസം, കരിയർ എങ്ങനെ തിരഞ്ഞെടുക്കും തുടങ്ങിയ കാര്യങ്ങളും വിലയിരുത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആസൂത്രിതവും ആത്മാർത്ഥവുമായ ശ്രമങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണിത്. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും സമൂഹത്തെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഓരോ കുട്ടിയുടെയും അതുല്യമായ വ്യക്തിത്വം ആഘോഷിക്കപ്പെടുകയും പ്രോത്സാഹിപ്പിക്കപ്പെടുകയും സ്വയം പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സാം വാരിയേഴ്സ് എന്ന പുസ്തകമാണ് ഈ പ്രസ്ഥാനത്തിന് പ്രചോദനം നൽകുന്നത്. വിദ്യാഭ്യാസത്തോടുള്ള ഒരു നവോന്മേഷദായകമായ സമീപനമാണ് ഈ പുസ്തകത്തിലൂടെ പ്രധാനമന്ത്രി വിശദീകരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ അറിവിനും സമഗ്രമായ വികസനത്തിനും പ്രാഥമിക പ്രാധാന്യം നൽകുന്നു.
അനാവശ്യ സമ്മർദ്ദം നിറഞ്ഞ ഒരു സങ്കീർണ സാഹചര്യമാക്കി പരീക്ഷകളെ മാറ്റുന്നതിനു പകരം ശരിയായ കാഴ്ചപ്പാടിൽ അതിനെ കാണണമെന്ന് പ്രധാനമന്ത്രി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കുട്ടികളെ ടെക് ഗുരു ആക്കാനും അവരോടൊപ്പം സാങ്കേതിക അത്ഭുതങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും മാതാപിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു പ്രവർത്തനം കൂടിയാണിത്. ഇത് മാതാപിതാക്കളെ കുട്ടികളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനും സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ക്രിയാത്മക സമീപനം രൂപപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. കുട്ടികളെ സമ്മർദ്ദത്തിലാക്കുന്നത് രക്ഷിതാക്കളും അധ്യാപകരും ഒഴിവാക്കണം. അവരുടെ കുറവുകൾ മനസ്സിലാക്കി മികവുകൾ തിരിച്ചറിയാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ആരോഗ്യകരമായ അന്തരീക്ഷവും രൂപപ്പെടുത്തണം. പരീക്ഷാ പേ ചർച്ചയുടെ മുന്നോടിയായി ദേശീയ യുവജന ദിനമായ ജനുവരി 12 ആരംഭിച്ച വിദ്യാർത്ഥി കേന്ദ്രീകൃത സംയോജിത പ്രവർത്തനങ്ങൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയന്തി പരാക്രമ ദിവസ് ആയ ജനുവരി 23 വരെ സംഘടിപ്പിക്കും. സ്വാശ്രയത്വത്തിന്റെ അന്തസത്ത ഉയർത്തിക്കാട്ടുന്ന വിദ്യാർത്ഥികളുടെ സ്വദേശി സങ്കൽപ് ഓട്ടം അല്ലെങ്കിൽ പദയാത്രയോടെയാണ് റൺ അപ്പ് പരിപാടി ആരംഭിച്ചത്. ജനുവരി 23 റൺ അപ്പ് പരിപാടിയുടെ സമാപനം കുറിച്ചുകൊണ്ട് തിരഞ്ഞെടുത്ത കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പ്രശ്നോത്തരി, എഴുത്തു മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. എക്സാം വാരിയേഴ്സ് അഥവാ പരീക്ഷാ യോദ്ധാക്കളായ വിദ്യാർത്ഥികളോട് ഈ വർഷത്തെ പരീക്ഷയിൽ സമ്മർദ്ദരഹിതമായി പങ്കെടുക്കാനും പരീക്ഷ അടുക്കുമ്പോൾ ആത്മവിശ്വാസം, ശ്രദ്ധ, ഉത്സാഹം, സമ്മർദ്ദ നിയന്ത്രണം എന്നിവയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ പാലിക്കാനും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അഭ്യർത്ഥിച്ചു. ശക്തമായ പ്രതികരണം ഈ വിദ്യാർത്ഥി സൗഹൃദ പരിപാടിയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയെ അടിവരയിടുകയാണ്. പരീക്ഷാ സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനൊപ്പം വിദ്യാഭ്യാസത്തോട് ക്രിയാത്മകവും സമഗ്രവുമായ സമീപനം വളർത്തിയെടുക്കുന്നതിനുള്ള അതിന്റെ സംഭാവനയെ എടുത്തു കാണിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. അക്കാദമിക് സമ്മർദ്ദങ്ങൾ, മാനസികോല്ലാസം, വ്യക്തിഗത വികസനം എന്നിവയെക്കുറിച്ച് പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിക്കാൻ വിദ്യാർത്ഥികൾക്കും മറ്റു പങ്കാളികൾക്കും ലഭിക്കുന്ന അവസരം ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥി സമൂഹം കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിക്കാനും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നേടാനും അവസരം ലഭിക്കും. കൂടാതെ പങ്കെടുത്തവർക്കെല്ലാം ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും. പരീക്ഷാ തയ്യാറെടുപ്പുകൾക്ക് പുറമെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളും ഇത്തവണത്തെ പ്രമേയങ്ങളിൽ ഉൾപ്പെടുന്നു. സമ്മർദ്ദമില്ലാത്ത പഠന രീതികൾ, രാജ്യത്തിന്റെ ചരിത്രത്തെയും പോരാട്ടങ്ങളെയും കുറിച്ചുള്ള അവബോധം, പ്രകൃതി സൗഹൃദ ജീവിതശൈലി, വൃത്തിയുള്ള ക്യാമ്പസുകളും പരിസരവും എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളാണ്. 2025 245 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും 153 രാജ്യങ്ങളിൽ നിന്നുള്ള അധ്യാപകരും 149 രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷിതാക്കളും പങ്കെടുത്ത പരീക്ഷാ പേ ചർച്ച ശ്രദ്ധേയമായ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ചു. 2018 ആദ്യ പതിപ്പിൽ വെറും 22,000 പേർ പങ്കെടുത്തതിൽ നിന്ന് 2025 8ാം പതിപ്പിൽ 35.6 ദശലക്ഷം രജിസ്ട്രേഷനുകളായി ഉയർന്നു. പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ അസാധാരണമായ വളർച്ചയ്ക്കാണ് ഈ പരിപാടി സാക്ഷ്യം വഹിച്ചത്. ഇത് അതിന്റെ പ്രസക്തിയും ജനപ്രീതിയും വ്യക്തമായി പ്രകടമാക്കുന്നു. കൂടാതെ പരീക്ഷാ പേ ചർച്ച 2025 രാജ്യവ്യാപകമായി നടന്ന ബഹുജന പ്രസ്ഥാന പ്രവർത്തനങ്ങളിൽ 15.5 ദശലക്ഷം ആളുകൾ പങ്കെടുത്തു. ഇത് മൊത്തം പങ്കാളിത്തം ഏകദേശം 50 ദശലക്ഷമായി ഉയരാൻ ഇടയാക്കി. പരീക്ഷാ പേ ചർച്ച ഒരു ജനപ്രിയ പരിപാടിയായി മാറുക മാത്രമല്ല, രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ, മാതാപിതാക്കൾ എന്നിവരെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒരു ജനകീയ പ്രസ്ഥാനമായി പരിണമിക്കുകയും ചെയ്തു. പരീക്ഷാ പേ ചർച്ചയ്ക്ക് ലഭിക്കുന്ന വൻ പ്രതികരണം പരിപാടിയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയും പരീക്ഷാഭയം കുറയ്ക്കുന്നതിലുള്ള അതിന്റെ ഫലപ്രദമായ പങ്കും വ്യക്തമാക്കുന്നു. പരീക്ഷാ പേ ചർച്ച വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മനസ്സുകളിൽ ആത്മവിശ്വാസം വളർത്തുന്ന ശക്തമായ വേദിയായി മാറി. വിദ്യാഭ്യാസത്തിന് വ്യക്തമായ ദിശാബോധം ഈ പരിപാടി നൽകുന്നു. പരീക്ഷകളെ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യമായി കാണാതെ പഠനത്തെ ഒരു സന്തോഷകരമായ അനുഭവമായി സമീപിക്കണമെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം പരീക്ഷകൾ ജീവിതത്തിന്റെ ഭാഗം മാത്രമാണെന്ന അവബോധം അതിലൂടെ സാധ്യമാകുകയും ചെയ്യുന്നു. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. സമ്മർദ്ദമില്ലാതെ പരീക്ഷ. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകരാൻ പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ച.